ഈ സുസുക്കി എർട്ടിക ഡീസൽ വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഓവർ ഹീറ്റ് ആകുന്ന പറഞ്ഞിട്ടാണ് കസ്റ്റമർ വന്നത്. കൂളൻ്റ് നോക്കുമ്പോൾ എവിടെയും ലീക്കൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കൂളൻ്റ് എവിടെയും ലീക്കില്ല. പിന്നെ നമ്മൾ അയച്ചു നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ ഈ മുകളിൽ വരുന്ന ഹോസ് ഉണ്ടല്ലോ, ഈ ഒരു ഹോസ് തെർമോസ്റ്റാറ്റ് കേസിലേക്കാണ് മിക്കവാറും പോകുക. അപ്പോൾ നമ്മളിപ്പോൾ പൈപ്പൊക്കെ അയക്കുന്ന സമയത്ത് പോയതാണ് ഇവിടെ കൂളൻ്റൊക്കെ കാണുന്നത്. അപ്പോൾ തെർമോസ്റ്റാറ്റ് പൈപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് ആ വലിയ പൈപ്പ് വരിക, ഈ ഒരു വലിയ പൈപ്പ് അവിടെ വരിക. അപ്പോൾ ആദ്യം തന്നെ തെർമോസ്റ്റാറ്റ് വാൾവ് പൊട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പൈപ്പ് അയച്ചിട്ട് നോക്കുന്ന സമയത്ത് കണ്ടാ ഇതിൻ്റെ ഉള്ളിൽ ആ ഇത് പൊട്ടിയിട്ടുണ്ട്. കേട്ടോ, ആ തെർമോസ്റ്റാറ്റ് കേസിൻ്റെ ഉള്ളിൽ ആ വാൾവ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തെർമോസ്റ്റാറ്റ് കേസ് മൊത്തമായിട്ട് മാറണം. തെർമോസ്റ്റാറ്റ് കേസ് വരുന്നത് മൊത്തമായിട്ട് മാറണം. ഇപ്പോൾ മിക്ക വണ്ടികൾക്കും ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഡീസൽ വണ്ടികൾക്ക് കുറച്ച് ചൂടാണ് സമയത്ത് അതിനുള്ള തെർമോസ്റ്റാറ്റ് വാൾവ് പൊട്ടിപ്പോവുക. വാൾവ് പൊട്ടിക്കഴിഞ്ഞാൽ സർക്കുലേഷൻ നടക്കില്ല. ഓപ്പണിങ് ക്ലോസ് ആയാലും ഒരേ പൊസിഷനിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സർക്കുലേഷൻ നടക്കില്ല. കൂളൻ്റ് റേഡിയേറ്ററിൽ നിന്ന് അപ്പർ ടാങ്കിൽ നിന്ന് ഈ ഇതിലേക്കുള്ള സർക്കുലേഷൻ നടക്കില്ല. അപ്പോൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, പ്രഷർ വന്നിട്ട് ഇങ്ങനെ ഹീറ്റ് കാണിക്കും, ടെമ്പറേച്ചർ ഇങ്ങനെ ഹൈ ആവും, കൂളിങ് നടക്കില്ല. റേഡിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ പൈപ്പ് വഴി റേഡിയേറ്ററിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള സർക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ റേഡിയേറ്ററിൽ നിന്ന് കൂളാവുന്ന എൻജിൻ കൂളൻ്റ് കൂളിംഗ് ആവുള്ളൂ, റേഡിയേറ്റർ ഫാൻ വഴി. അപ്പോൾ എന്തായാലും ഈ തെർമോസ്റ്റാറ്റ് കേസ് നമുക്ക് എന്തായാലും മാറണം. അപ്പോൾ ഫുള്ളായിട്ട് അയച്ചെടുക്കാം. തെർമോസ്റ്റാറ്റ് കേസ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വിധത്തിൽ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. പൈപ്പുകളൊക്കെ അയച്ചെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം പൊട്ടിയിട്ടുണ്ടാ, തെർമോസ്റ്റാറ്റ് കേസിൻ്റെ വാൾവ് വരുന്ന ഭാഗം ഉണ്ടാ പൊട്ടിയിട്ട് ആ നീഡിലിങ്ങനെ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടാ. അപ്പോൾ ഇങ്ങനെയാണ് കംപ്ലയിൻറ്റ് ഉണ്ടാകുക പൊട്ടിക്കഴിഞ്ഞാൽ. ഈ ഒരു നീഡിൽ ശരിക്കും അവിടെ സ്റ്റോപ്പായി നിൽക്കേണ്ടതാണ്. അവിടെ നിൽക്കാത്തതുകൊണ്ട് അതിൻ്റെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ആ സീറ്റിങ് പൊട്ടിയിട്ടാണ് ഈ നീഡിലിങ്ങനെ പുറത്തേക്ക് തള്ളി വരിക. അപ്പോൾ അഥവാ തെർമോസ്റ്റാറ്റ് കേസ് ഓപ്പൺ ആയാലും ക്ലോസ് ആയാലും ഒറ്റൊരു കണ്ടീഷനുണ്ട്, ക്ലോസ്ഡ് കണ്ടീഷനുണ്ട്. അപ്പോൾ സർക്കുലേഷൻ നടക്കില്ല. എന്നാൽ നമുക്ക് പുതിയ തെർമോസ്റ്റാറ്റ് കേസ് സെയിം സാധനം MGP എന്ന സാധനം ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ ഉണ്ടാവേണ്ട. പുതിയ തെർമോസ്റ്റാറ്റ് കേസിൻ്റെ പൊസിഷൻ ഉണ്ടാവും. വാൾവ് വരുന്ന ഭാഗത്ത് നീഡിൽ സ്റ്റോപ്പർ ആ സീറ്റർ ഈ പൊസിഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും പുതിയത് കയറ്റി കൊടുക്കുക. തെർമോസ്റ്റാറ്റ് കേസ് അതുപോലെ അതിൻ്റെ ചെറിയൊരു പൈപ്പ് താഴെ വരുന്ന ചെറിയൊരു പൈപ്പ് ഉണ്ട്. ഈ ഒരു പൈപ്പും അതാണ് മാറ്റിയിട്ടത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. ബാക്കിയെല്ലാ പൈപ്പും ക്ലിപ്പൊക്കെ ഓക്കെയാണ്. ഇതൊക്കെ ഓക്കെയാണ്, വേറെ വിഷയമൊന്നും വരുന്നില്ല. ആ തെർമോസ്റ്റാറ്റ് കേസിൻ്റെ പഴയ തെർമോസ്റ്റാറ്റ് കേസിൻ്റെ ഓറിങ് ഇതിൽ വരുന്ന ഓറിങ് ആണ്. പുതിയനൊക്കെ ഓൾറെഡി ആ ഓറിങ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് കയറ്റി കൊടുത്ത് കൂളൻ്റൊക്കെ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. വേറെ വിഷയമൊന്നുമില്ല. വേറെ കൂളൻ്റ് എവിടെയും എഞ്ചിനിൽ വേറെ എവിടെയും കൂളൻ്റ് ഒന്നും ലീക്കൊന്നുമില്ല. ഓക്കെ.